ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ മലയാളം വാർഷിക മൂല്യനിർണ്ണയം 2018-19 ചോദ്യ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ കൂട്ടുകാരൊക്കെ പരീക്ഷ എഴുതാൻ റെഡിയാണല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം. കവിത ശ്രദ്ധയോടെ വായിച്ച് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഴയുടെ തേങ്ങലും മാറ്റാനെങ്ങനെ, വേനൽ ചിരിച്ചൊരു വരവുണ്ട്, ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്, വീടും വീടിനകവും എല്ലാം വെയില് കുളിച്ചൊരു നിൽപ്പുണ്ട്, രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പൊഴിയൊഴുകാറുണ്ട്, വൈകുന്നേരം കുന്നിൻ ചെരുവിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട്, കളിയും തീർത്ത് കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട്. അപ്പോൾ ജയകൃഷ്ണൻ എഴുതിയ ഒരു കവിതയുടെ ഭാഗമാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, മഴയുടെ തേങ്ങൽ മാറ്റാൻ ആരാണ് വരുന്നത്? മിന്നൽ, ഇടി, വേനൽ, കാറ്റ്. ആരാണ്? മഴയുടെ തേങ്ങലും മാറ്റാൻ എങ്ങനെ, വേനൽ ചിരിച്ചൊരു വരവുണ്ട് അല്ലേ? അപ്പോൾ അവിടെ മഴയുടെ തേങ്ങൽ മാറ്റാൻ വരുന്നത് വേനലാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ കവിതയിലെ വെയിലിന് ആരുടെ സ്വഭാവമാണുള്ളത്? വൃദ്ധൻ, അമ്മ, കുട്ടി, പുലി. ആരുടെ സ്വഭാവമാണ്? പുലിയുടെ സ്വഭാവമാണ് ഈ കവിതയിൽ ഉള്ളത്. കാരണം വളരെ വേഗത്തിലാണ് അത് പോകുന്നത്, അതുകൊണ്ട് തന്നെ അതിന് പുലിയുടെ സ്വഭാവമാണ്. 3, വേനൽ ചിരിച്ചു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുട്ടി ചിരിച്ചു, മാനം തെളിഞ്ഞു, ഭൂമി കറുത്തു, ആകാശത്ത് കാർമേഘം വന്നു. വേനൽ ചിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ? അവിടെ ഭൂമി കറുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. 4, രാവിലെയായാൽ തൊടിയിൽ നിറയുന്നതെന്താണ്? വെയിലാകുന്ന പുഴ, വെള്ളം, പൂക്കൾ, പൂത്തുമ്പികൾ. എന്താണ്? വേനൽക്കാലത്ത് രാവിലെ ആയാൽ വെയിൽ മൊത്തം നിറയും, അതുകൊണ്ടാണ് വെയിലാകുന്ന പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എ ഓപ്ഷനാണ്, വെയിലാകുന്ന പുഴ. 5, നേരം സന്ധ്യയായി എന്ന അർത്ഥത്തിൽ കവിതയെ പ്രയോഗിച്ചിട്ടുള്ള വരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേനൽ ചിരിച്ചൊരു വരവുണ്ട്, വെയിലിന് പിന്നൊരു പോക്കുണ്ട്, വെയിലിന് നല്ലൊരു കളിയുണ്ട്, വെയിലിന് പുഴയൊഴുകാറുണ്ട്. ഏതാണ്? വെയിലിന് പിന്നൊരു പോക്കുണ്ട്, അഥവാ വെയിൽ പോകുന്നത് സന്ധ്യയാകുമ്പോഴാണ്. അപ്പോൾ അവിടെ ബി ആണ് ഓപ്ഷൻ. പ്രവർത്തനം 2, നിവേദനം എന്നുള്ളതാണ്. സ്കൂളിലേക്ക് നടന്നു വരുമ്പോഴാണ് പ്രദേശത്തെ മാലിന്യങ്ങൾ നിറഞ്ഞ കുളം ദേവികയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തൊരു ദുർഗന്ധം! അവൾ അറിയാതെ മൂക്കുപൊത്തി. ജലമലിനീകരണത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ടീച്ചർ പറഞ്ഞത് അവൾ ഓർത്തു. ഈ കുളം വൃത്തിയാക്കിയാൽ വേനൽക്കാലത്തെ ജലക്ഷാമം പരിഹരിക്കാൻ സാധിക്കും. സമീപത്തെ കിണറുകൾ നിറയും. ജനങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ഇതൊരു അനുഗ്രഹമാകും. ഇതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം നൽകാൻ അവൾ തീരുമാനിച്ചു. നിവേദനം തയ്യാറാക്കാൻ ദേവികയെ സഹായിക്കൂ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ നിവേദനം എഴുതാം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുളമുണ്ട്, അത് ഫുള്ള് ദുർഗന്ധം നിറഞ്ഞതാണ്. അപ്പോൾ അത് ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതാം: പ്രിയപ്പെട്ട സർ, അല്ലേ? പ്രിയപ്പെട്ട സർ, അതുപോലെ തന്നെ ഡേറ്റും സ്ഥലവും എഴുതാം. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത്, നമ്മുടെ പഞ്ചായത്തിലെ ഒരു വലിയ പ്രശ്നം അറിയിക്കാനാണ് ഞാൻ ഈ നിവേദനം തയ്യാറാക്കുന്നത്. എൻ്റെ സമീപ പ്രദേശത്ത് മാലിന്യങ്ങൾ നിറഞ്ഞ ദുർഗന്ധം അനുഭവപ്പെടുന്ന ഒരു കുളമുണ്ട്. ദുർഗന്ധവും ഈച്ചയും കൊതുകും പെരുകി മലിനമായ കുളമാണിത്. പ്രദേശത്ത് ഒരുപാട് അസുഖങ്ങൾ പരത്താനും ഇത് കാരണമാകുന്നു. ഈ കുളം വൃത്തിയാക്കിയാൽ വേനൽക്കാലത്ത് ജലക്ഷാമം പരിഹരിക്കാനും സമീപത്തെ കിണറുകളും നിറക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ദേവിക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിവേദനം എഴുതേണ്ടത്. ഇനി പ്രവർത്തനം 3, പോസ്റ്ററാണ്. ഞാവൽ കാടിന് തീ പിടിച്ചപ്പോൾ കാടിന് നേർക്കുള്ള അതിക്രമങ്ങൾക്കെതിരെ മൃഗങ്ങൾ പ്രതികരിച്ചത് ഓർമ്മയില്ലേ? അതുപോലെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന പ്രളയവും നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയെ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റങ്ങളെ ചെറുക്കുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പോലെയുള്ള ഒരു കൂട്ടുകാരും തയ്യാറാക്കിയ 3 പോസ്റ്ററാണ് ഇവിടെയുള്ളത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, കുന്നുകളും മലകളും നിരപ്പാക്കരുത്, കാടില്ലെങ്കിൽ നാമില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും തയ്യാറാക്കാൻ, കൂട്ടത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചിത്രങ്ങളും വരച്ച് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇനി പ്രവർത്തനം 4, അനുമോദന കത്ത്. ജുമാനയുടെ നല്ല മനസ്സ്. പെരുമ്പാവൂർ സ്കോളർഷിപ്പ് ഇനത്തിൽ ആദ്യമായി ലഭിച്ച 12,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് 6ാം ക്ലാസ് വിദ്യാർത്ഥിനി മാതൃകയായി. നോർത്ത് എഴിപ്രം ഗവൺമെൻറ് UP സ്കൂളിലെ വിദ്യാർത്ഥിനി ജുമാന ഫാത്തിമയാണ് കുഞ്ഞു സഹായവുമായി ദുരിതബാധിതർക്കായി കൈകോർത്തത്. സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ തൻ്റെ ആഗ്രഹങ്ങൾക്കായി വിനിയോഗിക്കണമെന്നാണ് ആദ്യം വിചാരിച്ചതെന്നും എന്നാൽ അതിനേക്കാൾ വലുതാണ് പ്രളയബാധിതരുടെ ആവശ്യങ്ങളെന്നും ജുമാന പറയുന്നു.
അപ്പോൾ ഇത് ജുമാനയെ കുറിച്ചിട്ടുള്ള ജുമാന ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജുമാന ചെയ്ത സൽപ്രവൃത്തി പത്രവാർത്തയിൽ നിന്നറിഞ്ഞല്ലോ. ജുമാനയെ അനുമോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കത്തെഴുതുമ്പോൾ പ്രിയപ്പെട്ട ജുമാന എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഡേയും ഉണ്ടായിരിക്കണം. എന്നിട്ട് എഴുതാം, എൻ്റെ പേര് മായ. മായ എന്നോ നിങ്ങളുടെ പേരെന്താണോ നിങ്ങൾക്ക് അത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരെഴുതാം. എൻ്റെ പേര് മായ. ജുമാനയെക്കുറിച്ചുള്ള പത്രവാർത്ത കണ്ടു. ആദ്യം തന്നെ ആ വലിയ മനസ്സിന് നന്ദി അറിയിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ് എല്ലാവർക്കും വേണ്ടത്. നമ്മുടെ സന്തോഷം പോലെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അംഗീകരിക്കാനുമുള്ള മനസ്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം അർഹമായ പ്രതിഫലം തരട്ടെ. ഇത് എന്നെ പോലെയുള്ള കൂട്ടുകാർക്ക് പ്രചോദനമാവുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് സ്വന്തം മായ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 5 താരതമ്യക്കുറിപ്പാണ്. ഇവിടെ പ്രേമജ ഹരീന്ദ്രൻ്റെ ഒരു 4 വരികൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ്റെയും 4 വരികൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേതിൽ മണ്ണപ്പം ചുട്ടു കളിക്കുമെത്രേ കുട്ടി, ഊഞ്ഞാലിലായത്തിലാടുമെത്രേ, പെരുമഴത്തൊയിലിൽ കൊളിക്കുമെത്രേ കുട്ടി, മഴവെള്ളച്ചാലിൽ കളിക്കുമെത്രേ. രണ്ടാമത്തേത് നേരമില്ലുണ്ണി നേരമില്ല, നേരം പൊക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ തോളിലൊന്നുയറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല. ഈ 2 കവിതകളും വായിക്കൂ. ആദ്യ കവിതയിലെ കുട്ടികൾ ചെയ്യുന്ന മണ്ണപ്പം ചുട്ടുകളിക്കൽ, ഊഞ്ഞാലാടൽ, വെള്ളത്തിൽ കളിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാമത്തെ കവിതയിലെ ഉണ്ണിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങൾക്കോ? ഇവരിൽ ഏതു കുട്ടിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എന്തുകൊണ്ട്? നിങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സ്വന്തം നിരീക്ഷണവും കൂടി ചേർത്ത് ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് തയ്യാറാക്കിയതാണിത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. രണ്ടാമത്തെ കവിതയിൽ ഉണ്ണിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിന് നേരമില്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ കുട്ടിയെയാണ്, കാരണം എനിക്ക് കൂടുതൽ നേരം കളിക്കാനാണ് ഇഷ്ടം. ഇതിൽ കുട്ടി കൂടുതൽ നേരം കളിക്കുന്നുണ്ട്. മണ്ണപ്പം ചുട്ടു കളിക്കാനും ഊഞ്ഞാലിലാടാനും വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഇനി 6ാമത്തെ പ്രവർത്തനം, അവസാനത്തെ പ്രവർത്തനമാണ് സംഭാഷണം എഴുതാം. കുഞ്ഞേടത്തിയെയും ഉണ്ണിയെയും ഓർമ്മയില്ലേ? നമ്മൾ പഠിച്ച പാഠഭാഗമാണല്ലേ. ഒരു ദിവസം കുഞ്ഞേടത്തിയും ഉണ്ണിയും പുഴ കാണാൻ പോയി. പുഴയാകെ മെലിഞ്ഞിരിക്കുന്നു. കുഞ്ഞേടത്തി നെടുവീർപ്പിട്ടു. ഉണ്ണിക്കും എന്തൊക്കെയോ പറയാനുണ്ട്. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? സംഭാഷണം തയ്യാറാക്കുക. ഉണ്ണി പറയാണ്, ഓ ഈ പുഴ എന്തൊരു വലുതാണല്ലേ. കുഞ്ഞേടത്തി, അഞ്ചുണ്ണി, ഈ പുഴ വളരെയധികം വലുതാണ്. അതേ ഉണ്ണി, ഈ പുഴ വളരെയധികം വലുതാണ്. ഉണ്ണി, ഈ പുഴ എവിടെയാണ് അവസാനിക്കുന്നത്? കുഞ്ഞാടത്തി, എനിക്കറിയില്ല, പക്ഷേ ഇത് അവസാന കടലായി മാറുകയാണ് ചെയ്യുന്നത്. ഉണ്ണി, ഈ സൂര്യൻ കടലിനടിയിലാണോ ഉള്ളത്? കുഞ്ഞാടത്തി, അതേ ഉണ്ണി. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞാടത്തിയും ഉണ്ണിയും തമ്മിലുള്ള നല്ല രസകരമായ ഒരു സംഭാഷണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ ഇത്തരത്തിൽ 1, 2, 3 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്തൊക്കെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്